ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. HIV എന്ന വൈറസ് ബാധ മൂലമുണ്ടാകുന്ന ഒരു കൂട്ടം രോഗങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് എയ്ഡ്സ്. ഈ വൈറസ് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിക്ക് കാരണമായ ശ്വേതരക്താണുക്കളെയാണ്. ഒരു രാജ്യത്തിന്റെ കോട്ടമതിലിനെ ആക്രമിക്കുന്ന ശത്രു സൈനികരെപ്പോലെ ഈ വൈറസ് രോഗപ്രതിരോധ വ്യവസ്ഥയെ ആക്രമിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ കടക്കുന്ന HIV രോഗാണു രക്തം, മുലപ്പാൽ, യോനീസ്രവം, ശുക്ലം മുതലായ ശരീരസ്രവങ്ങളിൽ കാണപ്പെടുന്നു. HIV അണുബാധിതനായ ഒരാളിൽ നിന്നും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗം, രക്തദാനം, HIV ബാധിതയായ അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് എന്നീ മാർഗങ്ങളിലൂടെ രോഗം പകരാം. ഇങ്ങനെ ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറസ് നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയിലെ സുപ്രധാന കണ്ണികളായ CD4 ഇനത്തിൽപ്പെട്ട ശ്വേതരക്താണുക്കളെയാണ് ആക്രമിക്കുന്നത്. വൈറസ് കോശത്തിൽ പ്രവേശിച്ച് അവിടെ വച്ച് വിഭജിക്കുകയും ധാരാളം പുതിയ വൈറസുകളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. രോഗബാധയുണ്ടാകുകയാണെങ്കിൽ ആരംഭദിശയിൽ പനി, ജലദോഷം, ശരീരവേദന മുതലായ ലക്ഷണങ്ങൾ കാണപ്പെടും. HIV ബാധിച്ച CD4 കോശങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ക്രമേണ നശിച്ച് പ്രസ്തുത വ്യക്തി എയ്ഡ്സ് എന്ന രോഗാവസ്ഥയ്ക്ക് അടിമപ്പെടുകയും ചെയ്യുന്നു. HIV ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ വേഗം രോഗം മൂർച്ഛിക്കുകയോ 2 മുതൽ 10 വർഷങ്ങൾ കൂടി സാധാരണ ജീവിതം നയിക്കുകയോ ചെയ്യാം. കഠിനമായ ക്ഷീണം, പെട്ടെന്നുള്ള ശരീരം മെലിച്ചിൽ, നിരന്തരമായ വയറിളക്കം, കഠിനമായ പനി, കഴലി വീക്കം ഇതൊക്കെയാണ് സാധാരണയായി എയ്ഡ്സ് ബാധിതരിൽ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ. കൂടാതെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന കപ്പോസി സാർക്കോമ, ശ്വേതരക്താണുക്കളെ ബാധിക്കുന്ന നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ, ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ന്യൂമോസിസ്റ്റിസ് കാരിനി ന്യൂമോണിയ, ക്ഷയം, വായ്ക്കകത്തുണ്ടാകുന്ന ഫംഗസ് ബാധ തുടങ്ങിയവയും സാധാരണ വ്യക്തികളിൽ രോഗമുണ്ടാക്കാത്ത പല വൈറസുകളും HIV ബാധിതരിൽ രോഗങ്ങളുണ്ടാക്കുന്നു. എയ്ഡ്സ് രോഗനിർണയം. രോഗനിർണയം നടത്തുന്നത് രക്തപരിശോധനയിലൂടെയാണ്. ഇതിനുള്ള സൗകര്യം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ജ്യോതിസ് സെന്ററുകളിൽ സൗജന്യ നിരക്കിൽ ലഭ്യമാണ്. CD4 കോശങ്ങളുടെ എണ്ണം പരിശോധിച്ചാണ് എയ്ഡ്സ് എന്ന രോഗാവസ്ഥ നിർണ്ണയിക്കുന്നത്. അവയുടെ എണ്ണം 100 ml രക്തത്തിൽ 200-ൽ താഴെയാകുകയാണെങ്കിൽ രോഗബാധിതനാണെന്ന് അനുമാനിക്കാം. ചികിത്സ. മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ഉഷസ് കേന്ദ്രങ്ങളിൽ ആന്റി റിട്രോവൈറൽ തെറാപ്പി ലഭ്യമാണ്. എയ്ഡ്സ് എന്ന രോഗാവസ്ഥയെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമല്ലെങ്കിലും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും രോഗിയുടെ യാതനകൾ കുറയ്ക്കുന്നതിനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകമാണ്. രോഗപ്രതിരോധ മാർഗങ്ങൾ. അണുബാധയില്ലാത്ത വിശ്വസ്തതയുള്ള ഒരു പങ്കാളിയുമായി മാത്രം ലൈംഗിക ബന്ധം പുലർത്തുക. വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ഒഴിവാക്കുക. അണുവിമുക്തമായതോ ഡിസ്പോസിബിൾ ആയതോ ആയ സിറിഞ്ചും സൂചിയും ഉപയോഗിക്കുക. അംഗീകൃത രക്തബാങ്കുകളിൽ നിന്നും ലഭ്യമാകുന്ന രക്തം HIV ഉൾപ്പെടെയുള്ള രോഗാണുബാധകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതാണ്. അതുമാത്രം സ്വീകരിക്കുക. എയ്ഡ്സിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവ തിരുത്തപ്പെടേണ്ടതാണ്. കൊതുകുകളും ഈച്ചകളും എയ്ഡ്സ് രോഗാണുവാഹകരല്ല. ബാർബർ ഷോപ്പ് വഴി എയ്ഡ്സ് പകരാൻ സാധ്യത കുറവാണ്. ഷേവ് ചെയ്യുമ്പോൾ പുതിയ ബ്ലേഡ് ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. രോഗബാധിതന്റെ ചുമയിലൂടെയോ ചുംബനത്തിലൂടെയോ രോഗം പകരില്ല. രോഗബാധിതൻ ഉപയോഗിക്കുന്ന കക്കൂസ് ഉപയോഗിച്ചാലോ വസ്ത്രങ്ങൾ പങ്കിട്ടാലോ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലോ അണുബാധിതനുമായി സാമൂഹ്യപരമായി ഇടപെടുന്നതിലൂടെയോ HIV പകരുന്നതല്ല. HIV അണുബാധ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് എയ്ഡ്സ്. ഏത് ലിംഗത്തിലും പ്രായത്തിലും സാമൂഹ്യ ശ്രേണിയിലും പെട്ടവർക്ക് എയ്ഡ്സ് പിടിപെടാം. രോഗബാധയെ ചെറുക്കാൻ പഠിക്കുകയും രോഗബാധിതനെ അന്തസ്സായി ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുക. അകറ്റി നിർത്തേണ്ടത് എയ്ഡ്സ് രോഗത്തെയാണ്, രോഗിയെയല്ല.